സൈറ്റിലെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിനെ നമുക്കൊരു 6 കാറ്റഗറീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രീ കൺസ്ട്രക്ഷൻ ഫേസ് എന്നാണ്. അത് പ്രീ കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിംഗ് പ്ലാനിങ്, ബിൽഡിംഗ് ലൊക്കേഷൻ സെലക്ഷൻ, ഡ്രോയിങ് പ്രിപ്പറേഷൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇതൊക്കെയാണ് പ്രീ കൺസ്ട്രക്ഷൻ ഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു സൈറ്റ് പ്രിപ്പറേഷൻ ഫേസ്. സൈറ്റ് പ്രിപ്പറേഷൻ ഫേസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സൈറ്റിലെ എക്സ്കവേഷൻ പരമായിട്ട് സൈറ്റ് ക്ലിയറൻസ് വരാം. ഇപ്പോൾ മരങ്ങളുണ്ട് അല്ലെങ്കിൽ ചെടികളുണ്ട്, ഇതൊക്കെ വെട്ടിക്കളയേണ്ടി വരും. ദെൻ പ്രോപ്പർ എക്സ്കവേഷനും കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ബേസ്ഡ് ഓൺ ദി ഫൗണ്ടേഷൻ റിക്വയർമെൻറ്റ് എക്സ്കവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. തേർഡ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫേസ് ആണ്. സോ ആഫ്റ്റർ സൈറ്റ് ക്ലിയറൻസ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷന് വേണ്ടി നമ്മളവിടെ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്ലേസ് ചെയ്യും, കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും, ഫൗണ്ടേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും. ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഫേസ് ആണ്. അതായത് നമ്മുടെ ബിൽഡിംഗ് റൈസ് ചെയ്യുകയാണ് അവിടെ നിന്ന്. അത് ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് നമ്മുടെ ബിൽഡിംഗ് റൈസ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മുടെ കോളംസ് പ്ലേസ് ചെയ്യുവാണ്, ബീംസ് പ്ലേസ് ചെയ്യുവാണ്, ഫ്രെയിമിംഗ് സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്, റീഇൻഫോഴ്സ്മെൻറ്റ്സ് എല്ലാം പ്ലേസ് ചെയ്യുവാണ്. സോ ആ ഒരു ഫേസാണ് സ്ട്രക്ചറൽ ഫേസ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ഇൻസ്റ്റലേഷൻ ഫേസ്. ഇൻസ്റ്റലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് വേണ്ടി വരുന്ന വിൻഡോസ്, പ്ലംബിംഗ് ആക്ടിവിറ്റീസ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, സോ ഈ കാര്യങ്ങളെല്ലാം പാരലലി നടക്കേണ്ടതാണ്. സോ ഈ ഇൻസ്റ്റലേഷൻ ഫേസും പാരലലി നമ്മുടെ സ്ട്രക്ചറൽ ഫേസിൻ്റെ ഒപ്പം പോകുന്നതായിരിക്കും. ദെൻ ബ്രിക്ക് വർക്ക്സ്, അതൊക്കെ ആയിരിക്കും നമ്മുടെ സ്ട്രക്ചറൽ ഫേസ് വരാൻ വേണ്ടി പോകുന്നത്. സ്ട്രക്ചറൽ ഫേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ഫേസ് വന്നു. ആൻഡ് ആഫ്റ്റർ ദി ഇൻസ്റ്റലേഷൻ ഫേസ് ദി ഫൈനൽ ഫേസ് കം, ദാറ്റ് ഇസ് ദി ഫിനിഷിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ഫ്ലോർ ഫിനിഷിങ്, നമുക്ക് ടൈലാണെങ്കിൽ ടൈല്, മാർബിളാണെങ്കിൽ മാർബിൾ, ഫൗണ്ടേഷൻസ് ചെയ്യുന്നു, നമ്മുടെ വാൾസ് എല്ലാം പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നു, വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളും ചെയ്യുന്നു. സോ ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഫിനിഷിംഗ് ഫേസിലോട്ട് വരുന്നത്. ഇത് കഴിയുമ്പോഴാണ് ഈ 6 നമ്പർ ഓഫ് ഫേസസ് കഴിയുമ്പോഴാണ് ഒരു ബിൽഡിംഗ് ആക്ച്വലി ഹോളായിട്ട് കംപ്ലീറ്റ് ആവുന്നത്.